നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നമ്മുടെ കുട്ടികളെ പറ്റിയുള്ള ഒരു അപേക്ഷയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഗൗരവമായിട്ട് കേൾക്കണം. അതെന്താണെന്ന് വെച്ചാൽ, ഇത്രയും കുട്ടികൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ സാമ്പത്തിക ഭദ്രതയുള്ള കുട്ടികളുണ്ട്. അവരുടെയൊക്കെ മാതാപിതാക്കൾ ഇപ്പോൾ അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. ഈ സംരക്ഷണം അവർക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള മുതലുകൾ ഉള്ളതുകൊണ്ട് അവരുടെ കാലശേഷവും മറ്റുള്ളവർക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇതിൽ സാമ്പത്തികമായി ഭദ്രതയില്ലാത്ത ചില കുട്ടികളുണ്ട്. അത്തരം കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുടെ കാലശേഷം അവരെ സംരക്ഷിക്കാൻ ആളുകളില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ആ സത്യത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ച് അവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ള ഒരു ഭദ്രത ഉറപ്പാക്കണം. അവരുടെയൊക്കെ മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഈ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിക്കണം, അവർ സന്തോഷമായിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഈ അഭിപ്രായം പ്രസിഡന്റ് ഗൗരവമായിട്ട് കാണുകയും പഞ്ചായത്തിൽ അതിനെപ്പറ്റി ഒരു ചർച്ച വയ്ക്കുകയും ഇങ്ങനെ സാമ്പത്തിക ഭദ്രതയില്ലാത്ത നമ്മുടെ ഈ ബഡ് സ്കൂളിലെ പാവങ്ങളായ കുഞ്ഞുങ്ങൾക്ക് നാളെ അവരുടെ ജീവിതത്തിൽ കണ്ണുനീരില്ലാതെ അവരുടെ ജീവിതകാലം കഴിഞ്ഞു പോകാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാക്കണം എന്നുകൂടി ഞാൻ ഈ ധന്യ നിമിഷത്തിൽ അറിയിക്കുകയും എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേരുകയും ചെയ്യുന്നു. സുരേഷ് പറഞ്ഞതിൻ്റെ സന്ദർഭവശാലും പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരു 2.5 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. പഞ്ചായത്ത് സ്ഥലം വിട്ടുകൊടുക്കണം, കെട്ടിടം ഇതിൻ്റെ റിഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള അത് ബിൽഡിംഗ് മാത്രമല്ല കോംപ്ലക്സാണ്. ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോംപ്ലക്സിന് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രോജക്റ്റൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് സ്ഥലം വിട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ കമ്മിറ്റിയിൽ തന്നെ തീരുമാനമെടുക്കും. അത് വന്നു കഴിഞ്ഞാൽ തന്നെ പഞ്ചായത്തിൻ്റെ സ്ഥലം വിട്ടുകൊടുത്താൽ ആ പദ്ധതി വരാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇവിടെ സുരേഷണം പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ മാക്സിമം പഞ്ചായത്ത് സമിതി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് പ്രോജക്റ്റ് നമുക്ക് പഞ്ചായത്തിൽ തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ട പരമാവധി ശ്രമം നടത്തുമെന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. മക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ മലയോരനാട് ടിവിയുടെ റിപ്പോർട്ടറാണ്. മലയോരനാട് ടിവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം ഇന്നിവിടെ സംഘടിപ്പിച്ചത്. എല്ലാവരും നമുക്ക് സന്തോഷമല്ലേ? എല്ലാവർക്കും സന്തോഷമല്ലേ? ഹാപ്പിയായോ എല്ലാവരും? അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഹാപ്പിയാണ്. അതിൻ്റെ ദിവസങ്ങളാണ് ഇനി നമുക്ക് വരാനുള്ളത്. എല്ലാവരും വളരെ സന്തോഷമായിട്ട് നമ്മുടെ കാര്യങ്ങൾ, പാട്ടുകൾ പഠിക്കണം, മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണം. കലാപരമായിട്ട് നമുക്ക് എന്ത് കഴിവുകളുണ്ടോ അതെല്ലാം നമ്മൾ പുറത്തെടുത്ത് നല്ല രീതിയിലാവണം. നമുക്കിനി വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രോപ്പർട്ടീസൊക്കെ നമുക്കിവിടെ ഒരു സ്റ്റാൾ വയ്ക്കണം. പിന്നെ നമുക്ക് അതിനെ എക്സിബിഷനായിട്ട് നമുക്ക് സംഘടിപ്പിക്കണം. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കത്തക്കണം. വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്യണം. നല്ലതുപോലെ ടീച്ചർ പറയുന്നതെല്ലാം കേട്ട് സന്തോഷമായിട്ട് എല്ലാവരും പഠിച്ച് എല്ലാം നല്ല രീതിയിൽ ആവണം. നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ മലയോരനാട് ടിവിയുടെ വകയായിട്ട് എപ്പോഴും ഉണ്ടാവും. ഞാനിവിടെ തന്നെ ഉണ്ട്, ഇടയ്ക്കൊക്കെ വരും, നിങ്ങളെ കാണും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളൊക്കെ നമുക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ്. എല്ലാവർക്കും മലയോരനാട് ടിവിയുടെ ഹാപ്പി ന്യൂ ഇയർ. ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ബിജു അരുള അവർ, നമ്മുടെ വാർഡ് മെമ്പറായിരിക്കുന്ന ജോലി മെമ്പർ ബഹുമാനപ്പെട്ട ജോസഫ്, വേദിയിലിരിക്കുന്ന ആദരണീയരായ പല വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കുടുംബങ്ങളെ, വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ദീർഘമായൊരു സംസാരത്തിലൂടെ സ്ഥാനമില്ലെന്ന് എനിക്കറിയാം. അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി കടന്നു വന്നിട്ട് 2 ദിവസം മാത്രമാണ് ഞാൻ നമ്മുടെ പ്രസിഡന്റിനെ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലെ ഒക്കെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നും
ഒന്നും അദ്ദേഹത്തോട് പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്നുള്ളത്. എങ്ങനെയാണ് സാറിന് നന്ദി പറയേണ്ടതിനെ കൂടി എനിക്ക് അറിയത്തില്ല. കാരണം ഒരുപാട് ആളുകളോട് അല്ലെങ്കിൽ ഞങ്ങളുടെ ജില്ലാ മിഷനോട് സാമൂഹ്യനീതി വകുപ്പിനോടൊക്കെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയും മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടികളെ ആരാണ് നോക്കാനുള്ളത്? അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്തുകൾ തന്നെ അതത് പഞ്ചായത്തിലെ കുട്ടികളെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്കവരെ നോക്കാൻ പറ്റുമല്ലോ. മലയാളി സ്റ്റാഫുകളെ കൂടെ നിയമിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇത്രയും അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന കുട്ടികളാണ്. പക്ഷെ ഇവർക്ക് ഓരോരുത്തരുടെ സൈക്കോളജിക്കൽ ഏജ് മെന്റൽ ഏജ് വ്യത്യാസമാണ്. നമുക്കാണ് ഇവരെ അറിയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇവര് ചില സമയങ്ങളിൽ ഇവർ വയലൻ്റാകും. അപ്പം നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ഇവർ വയലൻ്റാകും. ഒരുപക്ഷെ പൊട്ടാസ്യം കുറഞ്ഞത് അല്ലെങ്കിൽ സോഡിയത്തിൽ വേരിയേഷനൊക്കെ വന്നിട്ടുണ്ടാകും. ഇതൊക്കെയാണ് നമുക്കത് പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റും. പക്ഷെ അച്ഛനും അമ്മയും മരിക്കുമ്പോഴത്തേക്കും ഇവർ വേറൊരു സ്ഥാപനങ്ങളോടൊക്കെ മാറ്റും. ആ മാറ്റുന്ന സമയത്ത് ആൾക്കാർക്ക് അറിയത്തില്ല ഇവർ എന്തുകൊണ്ട് വയലൻ്റാകും എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് ശരിക്കും നന്നായിട്ട് ഉപദ്രവിക്കുന്നതനുസരിച്ച് ഇവർ വീണ്ടും വയലൻ്റായിക്കൊണ്ടിരിക്കും. അത് ഭയങ്കരമായൊരു പ്രശ്നത്തിലൂടെ നമുക്ക് കടന്നു പോകും. നമ്മളാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത്. ഒരുപക്ഷെ നാളെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇവരൊക്കെ ആയിത്തീരാം. നമുക്ക് ഇവരെക്കാളും കൂടുതൽ ആരോഗ്യവും സ്നേഹവും ക്ഷമയും കരുത്തും ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെ ചേർത്ത് പിടിക്കേണ്ടവരാണ്. നമ്മളാണ് അവർക്ക് കൈത്താങ്ങ് കൊടുക്കേണ്ടത്. ഒരു വലിയൊരു ആശയം പ്രസിഡന്റിന്റെ മനസ്സിലുണ്ടായി, നമ്മുടെ ഭരണസമിതിയുടെ മനസ്സിലുണ്ടായി. അതിന് തന്നെ നന്ദി അറിയിക്കുകയാണ്. അതിന് ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മളോടൊപ്പം ആയിരിക്കുവാനായിട്ട് ഈ സമയം കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് മെമ്പർ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിൽ ഇതിന് ന്യൂ ഇയർ ആഘോഷം നടക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഞാൻ തന്നെ സത്യം പറഞ്ഞ് ഞാൻ തന്നെ അറിഞ്ഞില്ല ഇത്രയും വിപുലമായിട്ട് കാര്യങ്ങളൊക്കെ. ആദ്യമായിട്ടാണ് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു പ്രോഗ്രാം ഇവിടെ നടത്താറുള്ളത്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ജോലി മെമ്പറിനുണ്ട്. ജോലി മെമ്പറിനെ ഞാൻ ഈ സ്ഥാപനത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. വന്നിരിക്കുന്നത് നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗമാണ് ജോൺ സാർ. അതിലുപരി നമ്മുടെ രക്ഷാധികാരിയാണ്. ഇത്രയും കാലത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം ഈ സ്ഥാപനത്തെ ഇത്രയധികം വളർത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട ജോൺ സാർ. എനിക്ക് പറയാൻ വാക്കുകളില്ല. അതെൻ്റെ ജീവിതം കൊണ്ട് തന്നെ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇവർക്ക് ആകുലതകളില്ല, നാളത്തെ പറ്റിയുള്ള ചിന്തകളില്ല. നമ്മൾ എന്ത് കൊടുത്താലും എന്ത് ചെയ്താലും അതൊക്കെ സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇത്ര മാത്രമേ തിരിച്ചു ഉപദ്രവിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് അവർക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിനെല്ലാം നമുക്കിങ്ങനെ ഒരു ശാന്തമായ അന്തരീക്ഷം ഒരുക്കി തരുന്ന നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അതിലുപരി അതിന് നട്ടലായി